ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസണിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ രണ്ടാമത്തെ ദിവസത്തെ ടാസ്ക് നിലവിലിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഈ ടാസ്കിനകത്ത് നൂറ ഫെയിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറക്കാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. കാരണം നൂറ ഇതിനകത്ത് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 3 ദിവസത്തെ ടാസ്കിനകത്ത് 2 എണ്ണമെങ്കിലും വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടമാകും. ആ ഒരു ടെൻഷൻ നൂറയിലുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം, അതായത് നൂറയ്ക്ക് എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം അക്ബർ ടീമിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ഗെയിം പ്ലാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് തൊഴിലാളി സമരം ചെയ്ത് ഇന്ന് അവിടെ തൊഴിലെടുപ്പിക്കില്ല എന്നുള്ളൊരു ഇതിലോട്ട് അവരവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു ഗെയിമും കൂടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗോൾഡ് കോയിനും അതുപോലെ തന്നെ ബ്ലാക്ക് കോയിനും എന്തായാലും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾക്കാർ, ഇവർ ജോലി ചെയ്തില്ല എന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവർക്ക് ബ്ലാക്ക് കോയിൻ കിട്ടുമല്ലോ. ആ ബ്ലാക്ക് കോയിൻ അനുവിന് കൊടുക്കാനൊക്കെയാണ് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ അവിടെ നടന്നു. അതുപോലെ തന്നെ ടാസ്ക് ആരംഭിച്ചു. ചെന്ന പാടെ തന്നെ ഭയങ്കര ഒരു അഗ്രഷനാണ് കാണാൻ പറ്റിയത്. ചെയ്യിപ്പിക്കില്ല എന്നുള്ളൊരു സംഭവത്തിലൊരു ആദ്യം തന്നെ അവരങ്ങോട്ട് ഇറങ്ങി. ആ സമയം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എപ്പോഴും ബഹളം മാത്രം ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ഭയങ്കര ബഹളവും ഒച്ചപ്പാടും തന്നെയായിരുന്നു ഈ ടാസ്കിനകത്ത്. എനിക്കവിടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഇവർ ഗെയിം മര്യാദയ്ക്ക് ചെയ്തില്ല എന്നല്ല, പക്ഷേ ഒരുപാട് പേര് ലൈവ് കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫണ്ണാക്കണം. ഫൺ മീൻസ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം എക്സ്ട്രാ കൊണ്ടുവരണം. ഇതൊരു തൊഴിലാളി സമരത്തിലോട്ട് മാത്രം ഒതുങ്ങി ഒരു തൊഴിലാളി നേതാവും അയാളുടെ ബാക്കിൽ അണിനിരക്കുന്ന കുറച്ചധികം വർക്കേഴ്സും കൂടിയിട്ട് ഒരു ആധിപത്യം സ്ഥാപിച്ച് എന്താ പറയുക, മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കാതെ ആക്കുന്നൊരു സിറ്റുവേഷൻ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. കാരണം ഇവരാദ്യം തന്നെ വന്ന് ആ ജോലി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മുതലാളിയുമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിലോ അല്ലെങ്കിൽ മുതലാളിയുടെ പി എയുമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങി അതിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടൊരു തൊഴിലാളി സമരത്തിലോട്ടൊക്കെ പോയി അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കണ്ടിരിക്കുകയായിരുന്നു. ഇത് ആദ്യം തന്നെ ഭയങ്കര ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ടി വന്നു, ടാസ്ക് ചിലപ്പോൾ നിർത്തി വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവർ മാരകായുധങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. നൂറയ്ക്കും അതുപോലെ തന്നെ അക്ബറിനും ചെറിയ രീതിയിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അക്ബറാണ് മെയിനായിട്ടുള്ള റോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. തൊഴിലാളി നേതാവിൻ്റെ ക്യാരക്ടർ പുള്ളി ഏകദേശം ക്യാരക്ടർ വിടാതെ തന്നെ ചെയ്തു. നമ്മളൊരുപാട് പഴയകാല സിനിമയിലൊക്കെ മോഹൻലാലും മമ്മൂട്ടിയുടെയൊക്കെ സിനിമയിനകത്തൊക്കെ ഈ ഒരു തൊഴിലാളി നേതാവിനെ കാണും. എപ്പോഴും എന്താ പറയുക, ആ ഒരു ഫാക്ടറി നശിപ്പിക്കാൻ കരുതി കൂട്ടി ഇറങ്ങിയാക്കുന്നൊരു തൊഴിലാളി നേതാവ്. ആ ഒരു കാറ്റഗറിയിലുള്ളൊരു തൊഴിലാളി നേതാവായിരുന്നു അക്ബർ. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഗെയിം അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരിങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൽ ബാക്കി എല്ലാവരും പെടുകയും ചെയ്തു. അവർക്ക് എന്തായാലും നൂറ അതിനനുസരിച്ച് ഫൈറ്റ് ചെയ്ത് നിന്നെങ്കിലും അവർക്കൊരു 25 ചെരുപ്പേ ഉണ്ടാക്കാനായിട്ട് പറ്റിയുള്ളൂ. ടാസ്കിൽ ഫെയിലായി. ഇവരെല്ലാവരും വിചാരിച്ചിരുന്നവർക്ക് ബ്ലാക്ക് കോയിനും ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും എന്തായാലും ഇവർക്ക് കിട്ടും. അപ്പോൾ ഈ ബ്ലാക്ക് കോയിൻ സർക്കസുകാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ലിവിങ് റൂമിനകത്ത് ബിഗ് ബോസ് വിളിച്ചിരുത്തുമ്പോൾ നമ്മുടെ ഒനിയിലും അതുപോലെ തന്നെ അക്ബറിൻ്റെ നേരെ ഒരു നോട്ടമുണ്ട്, ബ്ലാക്ക് കോയിൻ കിട്ടും, നമുക്കത് അനുവിന് തട്ടാമെന്ന് പറഞ്ഞിട്ട്. അത് ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത് തന്നെ ആ ഒരു എക്സ്പ്രഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 സ്റ്റാഫാണ് നൂദിലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിഷിനും അതുപോലെ തന്നെ ബിന്നി പിന്നെ ആദില, 3 പേർക്കും 3 കോയിൻ വെച്ചിട്ട് കൊടുത്തു. ഇതിൽ ബ്ലാക്ക് കോയിൻ കൊടുത്തത് അക്ബറിനൊന്നും അതുപോലെ അഭിലാഷിന് 2 എണ്ണവും കൊടുത്തു. ഇപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ അക്ബറിന് 1 കോയിനും അതുപോലെ തന്നെ അഭിലാഷിന് 2 കോയിനും നൂറയ്ക്ക് 2 ബ്ലാക്ക് കോയിനും ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. ഈ ബ്ലാക്ക് കോയിൻ ഈ ടാസ്ക് കഴിയുന്ന ദിവസം ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിൽ വരുന്നോ അവർ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് പോകും. അതാണ് ഈ ടാസ്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടാസ്കിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഗോൾഡ് കോയിൻ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇവർക്ക് പണിപ്പുര ടാസ്കിലോട്ട് വിനിയോഗിക്കാൻ പറ്റുന്നത്. ഇവിടെ പടലം മൂവ് ചെയ്ത് ഒനിയിലും അതുപോലെ തന്നെ അഭിലാഷൊക്കെയാണ്. കാരണം ഇവർ വൺ പ്ലാനിങ് ആയിരുന്നു. ഇവർ ഈ സാധനം എടുത്ത് നേരെ കൊണ്ടുപോയിട്ട് അനുവിന് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അനുവിന് തന്നെയാണ് അവർ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവൾ ഡയറക്റ്റ് നോമിനേഷനിൽ വരും എന്നുള്ള ഇപ്പോഴാണ് അനൗൺസ് ചെയ്തത് കേട്ടോ. പക്ഷേ അത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവരുടെ ആ പ്ലാനിങ് ബിഗ് ബോസ് പടലം പൂട്ടിക്കളഞ്ഞിട്ടുണ്ട്. നാളെ ഇനി ഇവർക്ക് വീണ്ടും ഈ ടാസ്ക് തന്നെയാണ്. ഇതേ മെമ്പേഴ്സ് തന്നെയാണ് ഈ ടാസ്കിലോട്ട് ഇറങ്ങുന്നത്.
എന്താണെന്നുണ്ടെങ്കിലും നാളത്തെ ടാസ്ക് നൂറ എങ്ങനെ കൈകാര്യം ചെയ്യും? കാരണം നൂറയുടെ കയ്യിനകത്ത് വലിയൊരു കാര്യം ഇരിക്കുകയാണ്. നൂറയ്ക്ക് 3 ടാസ്കിനകത്ത് 2 വിൻ ചെയ്യണം. 2 വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ പോവും. ഇത് നൂറയ്ക്ക് മാത്രമേ അറിയൂ ആ വീട്ടിൽ. എങ്ങനെ നൂറ ബാക്കിയുള്ള എംപ്ലോയീസിനെ കയ്യിലെടുക്കും, എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നാളത്തെ അപ്ഡേഷനിലാണ് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.